പുഷ് ബട്ടൺ അലോയ്സ്, പിന്നെ 2 എയർ ബാഗ്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരും. ഫീച്ചറുള്ള വാഹനമാണ്. ഡുവൽ ടോൺ ചെയ്തായിരിക്കും, അന്ന് ഡുവൽ ടോൺ ഇല്ലാന്ന് തോന്നുന്നു. ഒരു 2-3 അഷുറൻസ് കസ്റ്റമർക്ക് എന്തായാലും കൊടുക്കുന്നുണ്ട്. നമ്മൾ കിലോമീറ്റർ റിവേഴ്സ് ചെയ്ത വണ്ടിയിൽ ഞങ്ങൾ കൊടുക്കൂല, ഫ്ലഡ് എഫക്റ്റഡ് വണ്ടി കൊടുക്കൂല, മേജർ ആക്സിഡന്റുള്ള വെഹിക്കിൾസും കൊടുക്കൂല. ഇങ്ങനത്തെ വണ്ടികൾ ഇവിടുന്ന് എടുക്കുന്ന ഇനിയിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടോ 2 കൊല്ലം കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് നിങ്ങൾ തരുന്നതിന് മുമ്പ് ഈ വണ്ടി കിലോമീറ്റർ റിവേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ആണെന്നോ അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി റിട്ടേൺ എടുക്കാൻ തയ്യാറാണ്. മൈലേജ് ഒരു 12 മുതൽ 16 വരെയൊക്കെ മര്യാദ ഓടിച്ച 16 വരെ റേഞ്ചിൽ കിട്ടുന്ന ആൾക്കുണ്ട്, കിട്ടും. എക്കണോമിയിൽ മര്യാദ ഓടിച്ചു പോയാൽ കിട്ടും. അതെ അതെ, എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. അതെ അല്ലേ, അത്യാവശ്യം പവർ കിട്ടുന്നൊരു വണ്ടിയാണ്. നമ്മൾ ലോഡൊക്കെ വെച്ച് പോയാലും 5 ആൾ വെച്ച് പോയാലും വലിയാത്ത പ്രശ്നമൊന്നുമില്ല. ഓടിക്കാൻ ഭയങ്കര കംഫർട്ട്, നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്രയായി ഓട്ടം? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ താമരശ്ശേരി ചുരം കയറി വയനാടേക്ക് വന്നിരിക്കുകയാണ്. വയനാട് ഓട്ടോ വെഞ്ചർ കൽപ്പറ്റ കൈനാട്ടിയാണ് ഷോറൂമിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. എന്താ പറയുക, ഇവർക്ക് തന്നെ 3 സ്ഥലത്തുണ്ട്. അതായത് വയനാട് അടക്കം, ഈ ഷോറൂം അടക്കം കോഴിക്കോട് 2 ഇടത്തുണ്ട്, കൊടുവള്ളിയും പാവങ്ങാടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാവങ്ങാട് വീഡിയോയിൽ കുറച്ച് കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല കമന്റ്സ് ഉണ്ട്, കുറച്ച് കമന്റ്സ് നല്ല ഉണ്ട്. ഓക്കെ, വേറെ പറ്റിയുള്ള നല്ല കമന്റ്സ് ഉണ്ട്. എല്ലാവരും ഒരു കമന്റ് കേട്ടിരുന്നല്ലോ, എന്താ കിലോമീറ്റർ ഫേക്കാന്നുള്ളൊരു കമന്റ് ആയിരിക്കും അല്ലേ? പക്ഷേ ഞാനത് നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, നമ്മളിവിടെ ഒരു 2-3 അഷുറൻസ് കസ്റ്റമർക്ക് എന്തായാലും കൊടുക്കുന്നുണ്ട്. നമ്മൾ കിലോമീറ്റർ റിവേഴ്സ് ചെയ്ത വണ്ടിയിൽ ഞങ്ങൾ കൊടുക്കൂല, ഫ്ലഡ് എഫക്റ്റഡ് വണ്ടി കൊടുക്കൂല, മേജർ ആക്സിഡന്റുള്ള വെഹിക്കിൾസും കൊടുക്കൂല. ഇങ്ങനത്തെ വണ്ടികൾ ഇവിടുന്ന് എടുക്കുന്ന ഇനിയിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടോ 2 കൊല്ലം കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് നിങ്ങൾ തരുന്നതിന് മുമ്പ് ഈ വണ്ടി കിലോമീറ്റർ റിവേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ആണെന്നോ അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി റിട്ടേൺ എടുക്കാൻ തയ്യാറാണ്. ആ ഒരു അഷുറൻസ് ഞങ്ങൾ എല്ലാ കസ്റ്റമർക്കും കൊടുക്കും. അത് ഇവിടുന്ന് എടുക്കുന്ന ഏത് വണ്ടിക്കാണെങ്കിലും. ചെറിയ ചെറിയ ആക്സിഡന്റ് വർക്കും ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലാന്ന് പറയുന്നില്ല. വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അങ്ങനത്തെ വണ്ടികൾ കൊടുക്കും അല്ലേ? അതെ, കിലോമീറ്റർ ഫേക്ക് ചെയ്തിട്ട് അല്ലെ റിവേഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു വണ്ടികളും കൊടുക്കില്ല. അങ്ങനെ ജെന്യൂൻ ആയിട്ട് അങ്ങനെ തെളിയിച്ച് തരികയാണെങ്കിൽ നമ്മളെ വണ്ടി റിട്ടേൺ എടുക്കും. അത് കസ്റ്റമർക്ക് ഒരു അഷ്വർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്തായാലും കൊടുക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മളെ വാറണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടിയും കിട്ടും. അപ്പോൾ ആ ഒരു അഷുറൻസ് തന്നെയാണ് വേണ്ടത് കസ്റ്റമർ. അത് തീർച്ചയായിട്ടും, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു മിഡിൽ സെഗ്മെന്റ് വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മിഡിൽ സെഗ്മെന്റ് വാഹനങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു 3 to 10 ലക്ഷത്തിന്റെ ഇടയിലുള്ള വണ്ടിയായിരിക്കും. അതെ അതെ, 10 ലക്ഷത്തിന്റെ അത്ര ഇല്ല, ഒരു 8 ലക്ഷം 8 ലക്ഷത്തിനുള്ളിലേക്ക് വരുന്ന വണ്ടിയിലൊക്കെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വരുന്ന വണ്ടികളാണ്. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്ന വണ്ടികൾ നിങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് 3 ബ്രാഞ്ച് ഉണ്ട്, കൊടുവള്ളി ഉണ്ട്, പാവങ്ങാട് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ കാണുന്ന ഒരു 10, 25, 30 വണ്ടികളല്ല, നമുക്ക് മൊത്തത്തിൽ സ്റ്റോക്ക് ഒരു 100ന്റെ മുകളിൽ വെഹിക്കിൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഏത് വണ്ടി എവിടെ വേണമെങ്കിൽ എത്തിച്ചേരും. ഇപ്പോൾ വയനാട് നിങ്ങൾക്ക് വേറെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അതെ, ഇനി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗിൽ കംപ്ലീറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കാറ്റലോഗ് അയച്ചു തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് കിടക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം, വിട്ടുപോരുത്. വീഡിയോയിലേക്ക് അല്ലേ. നമ്മുടെ ആദ്യ വാഹനം ഹോണ്ടയുടെ അമേസ് ആണ്. അമേസിൻ്റെ 3rd ജനറേഷൻ വാഹനം, KL52 രജിസ്ട്രേഷൻ ആണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ SMT വരുന്ന വണ്ടി, പെട്രോൾ SMT 19 മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. മാനുവൽ ഡ്രൈവ് ആണ് വരിക. അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫോൾഡിങ്, പിന്നെ 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. അലോയ്സും പിന്നെ അലോയ്സ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. മൈലേജ് ഒരു 12 മുതൽ 16 വരെയൊക്കെ മര്യാദ ഓടിച്ച 16 വരെ റേഞ്ചിൽ കിട്ടുന്ന ആൾക്കുണ്ട്, കിട്ടും. എക്കണോമിയിൽ മര്യാദ ഓടിച്ചു പോയാൽ കിട്ടും. അതെ അതെ, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഓണർഷിപ്പ്? എത്ര ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ് ആണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000. ഓക്കെ, എത്രയാ ചോദ്യം? എത്ര ഇതിൻ്റെ? നമുക്ക് ഇത് നെറ്റായിട്ട് ഒരു 5,35,000 രൂപ കൊടുക്കാൻ പറ്റും. 5,35,000 2019 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് SMT ഈ ഒരു അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൽ 5 ലക്ഷം ലോൺ കിട്ടുമോ? 5 ലക്ഷം ഒരു ലോൺ കിട്ടും. ഇത് ചെറിയൊരു എമൗണ്ട്, ഒരു 10, 35, 30 രൂപയൊക്കെ IP എമൗണ്ട് അടച്ചിട്ട് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതാണ് മനസ്സമാധാനമാണ്. അതെ, ഒരു പണിയും വരില്ല, അങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് അവർക്ക് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ ആ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ അഡീഷണൽ കോസ്റ്റ് വരുള്ളൂ, അഡീഷണൽ കോസ്റ്റ് വരും. പക്ഷെ എന്നാലും ഒരു 5,000 രൂപ 6,000 രൂപയുടെ ഉള്ളിലായിട്ടോ ആ വാറണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. അതെ, ആവശ്യമില്ല. ഓക്കെ, അല്ല ഞാൻ പറയാം, ഈ സംശയമുള്ള ആൾക്കാർക്ക് വേണേ എടുത്തോ, എടുക്കാം. പക്ഷെ 5,000 പോകുന്ന ഞാൻ പറയും, വാറണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. വണ്ടി സർവീസ് ഓക്കെ, സർവീസ് ഓക്കെ അല്ലേ? സർവീസ് ഓക്കെ, പിന്നെ പേടിക്കണം. അടുത്ത വാഹനം ഇതാ ഒരു i10 ഗ്രാൻഡ് ആണ്. നല്ലൊരു അടിപൊളി കളറ്. വണ്ടി
അടിപൊളി നീറ്റിലായിട്ടുള്ളത്. സാറിനായിട്ട് സീറ്റ് കവറൊക്കെ ഒന്ന് ഇതാവും, പക്ഷേ അത് ഒറിജിനൽ കവർ ഒന്നും ആയിട്ടില്ല. സീറ്റ് കവർ ഇട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല. KL11 കോഴിക്കോട് വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡൽ മാഗ്നയാണ് വരുന്നത്. മിഡിൽ ഓപ്ഷനാണ്, അതായത് ബേസിക് ഫീച്ചേഴ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓട്ടോമാറ്റിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോൾഡിങ് വരൂലേ. പിന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ടായിരുന്നു മാഗ്നറ്റ്. ഫോഗ് ലാമ്പ് വരുന്നില്ല, അഡീഷൻ ചെയ്താണ്. അഡീഷൻ ചെയ്തതാണ്. പിന്നെ മിറർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ. ഡിഫോഗർ ലൈൻസ് ഉണ്ടാവില്ല, റിയർ വൈപ്പർ ഉണ്ടാവില്ല, കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല. അലോയ്സും പുഷ് ബട്ടൺ ഉണ്ടാവില്ല ടോപ്പിലേക്കൊക്കെ പോകുമ്പോൾ. ഓക്കെ. അപ്പോൾ സ്പോർട്സുമായിട്ട് ചെറിയ മാറ്റമാണ്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജറായിട്ടുള്ള ക്ലെയിംസ് കാര്യങ്ങളൊന്നും വന്നില്ല. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. പൊതുവേ ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. അതെ അല്ലേ? അത്യാവശ്യം പവർ കിട്ടുന്നൊരു വണ്ടിയാണ്. നമ്മൾ ലോഡൊക്കെ വെച്ച് പോയാലും 5 ആൾ വെച്ച് പോയാലും വലിയാത്ത പ്രശ്നമൊന്നുമില്ല. ഓടിക്കാൻ ഭയങ്കര കംഫർട്ട്, നല്ല പുള്ളിങ്ങുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എത്രയായി ഓട്ടം? 80,000 കിലോമീറ്റർ ഓടി. 80,000 അല്ല, പെട്രോൾ വണ്ടിയാണ്. 1.2. എത്ര ചോദ്യം? എത്ര ഇപ്പോൾ നമുക്കൊരു 4 ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 4 ലക്ഷം. സിംഗിൾ ഓൺഷിപ്പാ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ. 4 lakhs ഫൈനൽ റേറ്റ് ആണ്. 4 ലക്ഷത്തിന് 2019 i10 ഗ്രാൻഡ് മാഗ്ന സിംഗിൾ ഓൺഷിപ്പ് വാഹനം, 80,000 ഡ്രിവൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3-3.25 ലോൺ കിട്ടും. 3.75 ലോൺ കിട്ടും. അത്യാവശ്യം വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. ഇതിനൊക്കെ ഫിനാൻസ് വാല്യൂഷൻ അത്യാവശ്യം വരും. ചെറിയ എമൗണ്ട് 10-25,000 രൂപ കൊണ്ട് ഇറക്കി പോകും. അടുത്തത് i10 ഗ്രാൻഡിൻ്റെ ചേട്ടനാണ്. i20 ആണ്. KL11 വണ്ടി തന്നെ, കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഇതേതാ? ആസ്റ്റ ആണോ? ഇത് ആസ്റ്റ വരുന്നത് 2014 മോഡൽ ആസ്റ്റ. 14 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആസ്റ്റ. ഓക്കെ. അതിന് ശേഷമാണ് 16 ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ. ഇതിൽ പുഷ് ബട്ടൺ, അലോയ്സ്, പിന്നെ 2 എയർ ബാഗ്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരും. ഫീച്ചറുള്ള വാഹനമാണ്. ഡുവൽ ടോൺ ചെയ്തായിരിക്കുമല്ലോ, അന്ന് ഡുവൽ ടോൺ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഓട്ടോ എത്ര പോയി? ഓട്ടോ 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോളാ? പെട്രോൾ ഉണ്ട്. പെട്രോൾ വളരെ ലോ കിലോമീറ്ററാണ്. 14. കഴിഞ്ഞ വീഡിയോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ. ഇത് വളരെ ലോ കിലോമീറ്റർ വണ്ടി. ഓണർഷിപ്പ് എത്ര കിടക്കുന്നത്? ഓണർഷിപ്പ് കിടക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. 54,000 ഓടിയിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജറായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഒന്നുമില്ല. i20 ആണ്. മൈലേജ് കുറച്ച് കുറയും, കാരണം നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടിയാണ്. ഇതിലേക്ക് വരുമ്പോൾ ഒരു 11-14 വരെയൊക്കെ മൈലേജ് കിട്ടും. അത്ര പ്രതീക്ഷ മാക്സിമം അത്രേ കിട്ടുള്ളൂ, 14 വരെയൊക്കെ. പിന്നെ എത്ര ചോദ്യം? എത്ര ഇപ്പോൾ നമുക്ക് ഇത് നെറ്റ് പ്രൈസ് ആയിട്ട് നമുക്കൊരു 4,25,000 രൂപ കൊടുക്കാൻ പറ്റും. 4.25 ലക്ഷം. 2014 ആസ്റ്റ i20 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, ലോ കിലോമീറ്റർ, നല്ലൊരു നീറ്റ് വണ്ടി അല്ലേ? നല്ല ക്ലീൻ വണ്ടിയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. പെയിന്റിംഗ് ആണെങ്കിലും ഒന്നും ചെയ്യാനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. നിങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യണം. ഒന്നും ചെയ്യാനൊന്നും അല്ലേ? ജനറൽ സർവീസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കിട്ടും ഇതിൽ? ലോൺ നമുക്ക് ഒരു 375 ഒക്കെ ലോൺ എന്തായാലും കിട്ടുന്നതാണ്. ഒരു 19 അടുത്ത് കണ്ടാലോ? ഒരു 50,000 രൂപേൻ്റെ റേഞ്ചിലൊക്കെ വീണ്ടും ഹ്യുണ്ടായി തന്നെയാണ്. ഹ്യുണ്ടായുടെ i10 ന്യൂസ്, അതായത് നമ്മൾ നേരത്തെ കണ്ട ഗ്രാൻഡിന് ശേഷം വന്ന വാഹനമാണ്. അതെ. പക്ഷെ ഗ്രാൻഡിനേക്കാൾ 1 കിലോമീറ്റർ അങ്ങ് മൈലേജ് ചെറിയ മാറ്റം, വലിയൊരു മാറ്റം ഒന്നും പറയാനില്ല. മാറ്റമില്ല. ഓക്കെ. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു മൈലേജ് കിട്ടും. ഓക്കെ. KL77 പേരാമ്പ്ര രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2020 മോഡല് നിയോസ് മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. മാഗ്ന നേരത്തെ കണ്ട എല്ലാ ഫീച്ചേഴ്സും, ഗ്രാൻഡ് കണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് അല്ലേ? അതെ. 2 എയർ ബാഗ് ഉണ്ടാവും. ഓക്കെ. അഡീഷണൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സീറ്റ് കവർ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 20 മോഡല് മാഗ്ന. ഓട്ടം 68,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. സിംഗിൾ ഓണറിൽ കിടക്കുന്ന വാഹനമാണ്. 68,000 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഒക്കെ പ്രോപ്പർ, എല്ലാം പ്രോപ്പർ. അതെ അതെ. ഓക്കെ. അപ്പോൾ മൈലേജ് ഒരു 12-15 തന്നെ ഏകദേശം പ്രതീക്ഷിക്കാം. 16 വരെയൊക്കെ 16 വരെയൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഓടിക്കുന്ന ആൾക്കാർക്ക്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. എത്ര ചോദ്യം? എത്ര ഇപ്പോൾ? നമുക്കൊരു 4,75,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 4.25 ലക്ഷത്തിന് കൊണ്ടുപോകാം. അതെ. 2020 മോഡൽ, 68,000 സിംഗിൾ ഓണർഷിപ്പ്, മാഗ്ന ഓപ്ഷൻ വരുന്ന ന്യൂസ് ആണ്. ലോൺ എത്ര വരെ? ലോൺ ഒരു 4.25-4.50 വരെയൊക്കെ ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു 25,000-50,000 കണ്ട് ഇറക്കാം. അതെ. കസ്റ്റമർ പ്രൊഫൈലും അതിനകത്തൊരു കാര്യം, ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോൺ കിട്ടുന്നത്. അത്രയും. അടുത്ത വാഹനം ടാറ്റ ടിയാഗോ ആണ്. അതായത് നമ്മളിപ്പോൾ ഈ കണ്ട വാഹനങ്ങളുടെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ് അല്ലേ? 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഷേപ്പാണിത്. സെക്കൻഡ് ഷേപ്പാണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. ഏതാ ഓപ്ഷൻ? ഏതായത് വരുന്നത്? ഇത് XT ആണ് വരുന്നത്. ഫുള്ളിന്റെ താഴെ വരുന്നത്, അതായത് പ്ലസ് ആണ് മിഡിൽ ഓപ്ഷൻ. ഇതിൽ അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് അല്ല, നോർമൽ കീ ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഇതിന്റെ എക്സെറ്റ് പ്ലസിലാണ് വരുന്നുള്ളൂ. ഓക്കെ.
ആ ഫീച്ചേഴ്സാണ് വ്യത്യാസം വരുന്നത്. റിയർ വൈപ്പർ ഉണ്ടാവില്ല, കുറച്ച് സാധനങ്ങൾ. AC ഓട്ടോ ക്ലൈമറ്റ് ഇതിൽ വരാം? അല്ല, AC നോർമൽ AC വരുന്നത്. ഓക്കെ. ഏതാ മോഡൽ? ഇത് 2022 മോഡലായിരുന്നു. 22 XT. ഓക്കെ. പെട്രോൾ മാനുവൽ മാനുവൽ വാഹനമാണ്. ടിയാഗോ ആണ്. മൈലേജ് ഉണ്ടോ? 3 സിലിണ്ടർ എഞ്ചിനാണ് വരിക. ഒരു 14-17 വരെയൊക്കെ മൈലേജ് ചാൻസ് ഉണ്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ വേറെ ക്ലെയിമോ ഒന്നുമില്ല. ചെറിയൊരു ഡെന്റ് ഇവിടെ ബോണ്ടിനുള്ളിൽ ചെറിയൊരു ഡെന്റ് ഞങ്ങൾ പെയിന്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡെന്റ് ആയതുകൊണ്ട് പെയിന്റ് ബ്രഷ് ടച്ച് അങ്ങനെ തന്നെ ചെയ്ത് ബ്രഷ് ടച്ച് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ. ചെറിയ ഫ്രണ്ടിൽ ബ്രഷ് ടച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ആകെ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23,000 മോഡൽ പറഞ്ഞത് 2022 മോഡൽ 23,000. അതായത് 4 വർഷം കൊണ്ട് 4 വർഷം ആവാനായിട്ടുണ്ടാവും ഏകദേശം. 23,000 മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? പാതി കിലോമീറ്റർ എന്ന് പറയാം. അപ്പോൾ ചോദ്യം എത്രയാ? ഇത് നമുക്ക് ഒരു 4,65,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 4,65,000 22 മോഡൽ XT ലോ കിലോമീറ്റർ വണ്ടിയാണ്. കമ്പയർ ചെയ്യുമ്പോൾ അതും കൂടി നോക്കണം അല്ലേ? അതെ, കിലോമീറ്ററും കൂടി. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുവാണ്. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് വാല്യൂൻ്റെ ഒരു 90% വരെയൊക്കെ ലോൺ കൊടുക്കാം. അതായത് നമുക്കൊരു 4 ലക്ഷം രൂപ 4,25,000 ആയിട്ട് ലോൺ കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടോ? വിളിച്ചോ, സേഫായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന വാഹനം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും വിലക്കുറവുള്ളൊരു വാഹനമാണ്. അൾട്ടോ ആണ്. നമ്മുടെ പഴയ അൾട്ടോ KL 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് അൾട്ടോ. അതെ. ഇതിലിപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ വെച്ചാൽ ഇന്റീരിയറൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. ഫ്രണ്ടിലാണ് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് മാറാതെ വെച്ചിട്ടുണ്ട്. അത് ഒന്ന് മാറിയത് മറ്റേ ഫെയ്ഡായി പോയതാണ്. അത് മാറ്റാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ. എന്താ വെച്ചാൽ വണ്ടി പോയി എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതാകെ ഫെയ്ഡായിട്ടാണുള്ളത്. ഓക്കെ. അതേപോലെ ബോണറ്റ് ഒന്ന് അലൈൻമെന്റ് തെറ്റി, ചെറിയ അലൈൻമെന്റ് തെറ്റിട്ടുണ്ട്. ഒന്ന് ലെവലാക്കിയിട്ടൊന്ന് ഇതാക്കണം. എന്താ കാര്യമായിട്ടുള്ള കടി കുടിക്കിട്ട് അങ്ങനെ അല്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല. കാരണം വണ്ടിയൊക്കെ പക്ക കണ്ടീഷൻ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. മോഡൽ ഏതാ? 2011 മോഡൽ. LX ആണോ? LXi ആണ്. LXi ആണ്. ഓക്കെ. 11 പേപ്പർ ഇപ്പോൾ പേപ്പർ ഓഗസ്റ്റിൽ എങ്ങനെ പേപ്പർ വരുന്നത്? ഓഗസ്റ്റിൽ അല്ലേ? ജൂൺ ഓഗസ്റ്റിൽ അങ്ങനെ പേപ്പർ. ഓക്കെ. ആ ടൈമിലാണ് വരുന്നത്. ഓക്കെ. 11 മോഡൽ അൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ പവർ വിൻഡോസും ഉണ്ട്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ബാക്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്രണ്ടിൽ മാസ്റ്റർ കീ ഇതുണ്ട്. 4 ഫ്രണ്ടിലുണ്ട് ഡ്രൈവർ സൈഡ്. ഓക്കെ. അപ്പോൾ അതിലൊക്കെ മാറ്റി ഒന്നും പറയാനില്ല. ഓക്കെ. അതായത് VXi പോലും വരുന്നില്ല. LXi ഫ്രണ്ട് 2 എണ്ണം. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയി കൊടുക്കാം. ബോണറ്റും ഹെഡ്ലൈറ്റും ഒക്കെ. ബോണറ്റ് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് പേപ്പർ എടുത്തിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ എടുക്കാതെ ഈ കണ്ടീഷനിൽ റേറ്റ് ഞങ്ങൾ എത്രയാണ് പറയുന്നത്? നമുക്ക് നെറ്റ് ആക്കിയിട്ട് ഒരു 98 രൂപയ്ക്ക് കൊടുക്കാം. ആ കണ്ടീഷൻ 98,000 രൂപയ്ക്ക്. ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മാറി തരുവേ. ഹെഡ്ലൈറ്റ് ഞങ്ങൾ ചേഞ്ച് ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. പിന്നെ ലെവലാക്കി തരും. അതിന് പിന്നെ എന്തെങ്കിലും ടച്ചപ്പ് വന്നിട്ട് അതും ചെയ്തു തരും അല്ലേ? അതെ. ബോണ്ടിന് ഇനിയിപ്പോൾ പെയിന്റിംഗ് ഉണ്ടെങ്കിൽ ലെവൽ ചെയ്യുമ്പോൾ എന്തായാലും പെയിന്റ് ചെയ്യണമല്ലോ. അതെ, എന്തായാലും ചെറിയൊരു പെയിന്റിംഗ് വരും. അപ്പോൾ അതും ലെവൽ ചെയ്ത് 98 രൂപയ്ക്ക് നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾ റിന്യൂവൽ എടുക്കുമ്പോൾ കാര്യമായിട്ടുള്ള പണി വണ്ടിക്കില്ല. പിന്നെ എന്താ വെച്ചാൽ അതിന്റെ ചാർജ് ഉണ്ടാവും. റിന്യൂവൽ ചാർജ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20 രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് മൊത്തത്തിൽ. 15 രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അത് ജൂൺ ഓഗസ്റ്റ് ആ ടൈമിലാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുണ്ടോ? വിളിച്ചോ. 98,000 ഈ ഒരു വാഹനം കിട്ടുന്നത്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ ചെയ്ത വണ്ടി. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ. അടുത്തതാ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ ഡിസയർ VXi. മിഡിൽ ഓപ്ഷൻ വാഹനം. പെട്രോൾ ആണ്. അതെ. ഒരു 12-16 റേഞ്ച് മൈലേജ് കിട്ടും. അതെ. പിന്നെ ഡിക്കി സ്പേസ് 16 മുകളിൽ ശരിക്കും കിട്ടും. മൈലേജ് അത്യാവശ്യം വണ്ടിക്കും ഫോണൊക്കെ കിട്ടും. ഓക്കെ. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. 62,000. വലിയ ഓട്ടോ അല്ല അല്ലേ? 2015 സമയത്തിൽ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദ്യം? എത്രയുണ്ട്? ഇത് നമുക്കൊരു നെറ്റ് പ്രൈസ് ആയിട്ട് 3,65,000 കൊടുക്കാൻ. 3,65,000 രൂപയ്ക്ക് 2015 VXi മാനുവൽ 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു ഡിസയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3-3.25 ലോൺ കിട്ടും. 6 ലോൺ കിട്ടും. ഒരു 3 രൂപ എന്തായാലും ഷുവറായിട്ട് കിട്ടും. പ്രൈസ് ഫൈനൽ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഫൈനലാണ്. എന്നാലും ചെറിയ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്തോളൂ. അഖിൽ എന്നെ പറ്റിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾട്ടോ ഏറ്റവും വിലക്കുറവുള്ള വണ്ടി എന്ന് പറഞ്ഞു. അതിലും വില കുറഞ്ഞ വണ്ടിയാണിത്. ഇനിയൊന്ന് വരാൻ പോകുന്നത്. ഇനിയൊന്നും കൂടി വരാണ്ട്. ഓക്കെ. അപ്പോൾ ഐട്ടനാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 മോഡല് ഐട്ടൺ ഇറ എന്ന് പറഞ്ഞ ഓപ്ഷനായിരുന്നു.
2 ഡോർ പവർ വിൻഡോ ഉണ്ട്. 2 ഡോർ പവർ ഉണ്ട്. ഓക്കെ. 9 എന്ന് പറയാൻ പേപ്പർ ഇപ്പോൾ 29 രൂപ. 29 രൂപ പേപ്പർ ഉണ്ട്. 29 വരെ പേപ്പർ എടുത്ത് വെക്കുന്ന വണ്ടിയാണ്. നേരത്തെ കണ്ട ആൾട്ടോ പേപ്പർ എടുത്തിട്ടില്ല, ഇത് പേപ്പർ എടുത്ത് വെക്കുന്ന വാഹനമാണ്. ഓക്കെ. മേജറായിട്ടുള്ള ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. ഓട്ടോ എത്രയാണ് കാണിക്കുന്ന മീറ്റർ? 1.25 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പർപ്പസ് ഞാൻ പറയില്ല, കാരണം ഇത് കുറച്ച് പവർ കൂടിയ വണ്ടിയാണ്. 1.1 ലിറ്റർ ആണല്ലോ. 1 ലിറ്റർ പറഞ്ഞു തരില്ല, കുറച്ച് പവർ ഉണ്ടാവും, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്ന വണ്ടിയാണ്. ഓക്കെ. അതിനൊക്കെ ബെസ്റ്റ് ആൾട്ടോ 800ഒക്കെയാണ്. പിന്നെ 800 cc ആണ്, അതിനേക്കാൾ CC കൂടുതലാണ്. പിന്നെ ഓക്കെ. ഫാമിലി പർപ്പസിന് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നല്ലൊരു പേപ്പർ ഉണ്ട്. 29 വരെ കുഴപ്പമില്ലാത്ത നീറ്റ് വണ്ടി ഉണ്ട് അല്ലേ? എത്ര ചോദ്യം ഇപ്പം? നമുക്കിതൊരു 95 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 95,000 ഇത് കിട്ടുന്നത്. നേരത്തെ ആൾട്ടോ 98-നാണ്, 95. 29 വരെ പേപ്പർ ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. ഇതാണ് ഇവിടെ ഏറ്റവും വിലക്കുറവുള്ള വണ്ടി. സെൻ എസ്റ്റലോ, നല്ലൊരു ബ്ലാക്ക് കളർ വാഹനമാണ്. പിന്നെ KL 57, കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷനാണ്. ഏതായത് VXI? ഇത് VXI ആയിരുന്നു. VXI. അതെ. മോഡൽ ഏതാ? 2007 മോഡൽ. 7 പേപ്പർ 2027 വരെ ഉണ്ടോ? 27 വരെ നിലവിൽ പേപ്പർ വരുന്ന വാഹനമാണ് സെൻ എസ്റ്റലോ. അതായത് നിങ്ങളൊരു വാഗണർ, എസ്റ്റാർ ഈ രണ്ട് പരിഗണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ ഒരു വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയി? 1,60,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1.60. പെട്രോൾ വണ്ടിയാണ്, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 4 ഡോർ പവർ വിൻഡോ എല്ലാം ഉണ്ടാവും. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ. പിന്നെ പെട്രോളാണ്, വലിയ സീൻ ഉണ്ടാവില്ല. എഞ്ചിൻ വൈസ് വലിയ മെയിൻ്റെനൻസ് ഒന്നും അത്ര വരാനുള്ള ഇതില്ലല്ലോ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ ആയിട്ടുള്ള മേജറായിട്ടുള്ള ക്ലെയിംസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ 2007 സംബന്ധിച്ചിട്ടുള്ള ചെറിയ വർക്കുകളൊക്കെ എന്തായാലും എടുക്കാനുള്ളത്. എന്തായാലും ഓക്കെ. എത്ര ചോദ്യം? എത്ര ഇത്? നമുക്കൊരു 85 രൂപയ്ക്ക് കൊടുക്കാം, 85,000 രൂപയ്ക്ക് കൊടുക്കാം. 85,000 27 വരെ പേപ്പറുള്ള ഈ ഒരു സെൻ എസ്റ്റലോ VXI നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. അതെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. ഓക്കെ. ഇതിനൊന്നും ലോൺ കിട്ടൂലേ? ഒന്നും പ്രതീക്ഷിക്കരുത്, ലോൺ കിട്ടില്ല, നഷ്ടമാണ്. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഒരു ഹ്യുണ്ടൈ i20. പഴയ ഷേപ്പ് i20 ആണ്. KL 11, കോഴിക്കോട് രജിസ്ട്രേഷൻ. മാത്രമല്ല ഇതൊരു ഡീസൽ വണ്ടിയാണ്. ഡീസൽ മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ആദ്യം ചോദിക്കട്ടെ, ഓട്ടോ എത്ര പോയത്? 1.50 ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം ഓടി. ഒരു ഓട്ടം പോയും സ്വാഭാവിക മോഡൽ ഏതാ? 2012 മോഡൽ, 13 രജിസ്ട്രേഷൻ വണ്ടി. 13 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? സ്പോർട്സ് ആണ് വരുന്നത്. സ്പോർട്സ് ടോപ്പിന്റെ തൊട്ട് ആസ്റ്റാണ് വരുന്നത്. സ്പോർട്സ് ആണെങ്കിൽ ഇതിനകത്ത് DRLും അങ്ങനത്തെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. അലോയ്സ് ഉണ്ടാവും. മേജറായിട്ടുള്ള ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, 2-3 പീസ് മാറിയിട്ടുണ്ട്. ഡോർ ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഡോർ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം ഇപ്പോൾ? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 2.5 ലക്ഷത്തിന് 2012 മോഡൽ, 13 രജിസ്ട്രേഷൻ, സ്പോർട്സ് ഓപ്ഷൻ, ഡീസൽ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോൺ കിട്ടുമോ? പ്രയാസമാണ്, എന്നാലും നമുക്ക് നോക്കാം. ചെറിയ 1 വർഷം അല്ലെ 2 വർഷം, അങ്ങനെ 1.5 വർഷത്തേക്ക് ലോൺ. വർഷം കുറവായിരിക്കും, എമൗണ്ടും കുറയും. ഒരു 1 ലക്ഷം വരെയൊക്കെ മാക്സിമം 1.5 ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് ലോൺ നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു ഡീസൽ വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുപോകാം. നിലവിൽ മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങളില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ കണ്ടീഷനാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ തൽക്കാലം നിർത്താണ്. ഇവിടെ ഒരു ടെറാനൊക്കെ കാണുന്നുണ്ട്. ഇല്ലില്ല, ടെറാനോ ഉണ്ട്, വാഗ്നറുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാറുണ്ട്. ഓക്കെ. ഈ ഓണൊക്കെ ഉണ്ട് പറയും. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ 3 സ്ഥലത്ത് ഷോറൂം ഉണ്ട്. കോഴിക്കോട് തന്നെ 2 പിന്നെ വയനാട് ഇവിടെ കൽപ്പറ്റയാണ്. കൽപ്പറ്റ കൈനാട്ടി അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഏത് സ്റ്റോക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് എത്തിച്ചേരണമെങ്കിൽ എത്തിച്ചേരാം. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാറ്റലോഗ് ഉണ്ട്. ഈ നമ്പറിൽ 3 നമ്പറിൽ കൊടുക്കുന്ന ഏത് നമ്പറിൽ വിളിച്ചാലും കാറ്റലോഗ് അയച്ചു കിട്ടും. ഓക്കെ. അപ്പോൾ ഫുൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലും കിട്ടും, എവിടെയുള്ള സ്റ്റോക്കാണെങ്കിലും കിട്ടും. അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.